സ്ട്രക്ചറൽ ഡിസൈൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ലാബ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലാബ്സ് ആണ്. രണ്ടോ അതിലധികമോ സപ്പോർട്ടുകളിലൂടെ എക്സ്റ്റെൻഡ് ചെയ്തായിട്ട് കിടക്കുന്ന സ്ലാബുകളെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്ലാബ് എന്ന് പറയാം. കണ്ടിന്യൂസ് സ്ലാബ് ആയാലും കണ്ടിന്യൂസ് ബീം ആയാലും അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം, ഷിയർ ഫോഴ്സ് ഡയഗ്രം ഇങ്ങനെയാണ് ഇരിക്കുക. നമുക്കറിയാം ഷിയർ ഫോഴ്സ് എപ്പോഴും സപ്പോർട്ടിൽ ഭയങ്കര കൂടുതലായിരിക്കും. സോ എല്ലാ സപ്പോർട്ടിലും ഷിയർ ഫോഴ്സ് ഉണ്ടാവും. ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിൽ ലെഫ്റ്റിൽ ഒരു ഷിയർ ഫോഴ്സ് ആയിരിക്കും, റൈറ്റിൽ വേറെ ഷിയർ ഫോഴ്സ് ആയിരിക്കും. ഇതും ഒരു ഇന്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. സോ ഇതിന്റെ ലെഫ്റ്റിൽ ഒരു ഷിയർ ഫോഴ്സ് ആണ്, റൈറ്റിൽ വേറെ ഷിയർ ഫോഴ്സ് ആണ്. അങ്ങനെ എല്ലാ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സിലും രണ്ട് ഷിയർ ഫോഴ്സ് ഉണ്ടായിരിക്കും, സപ്പോർട്ടിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട്. ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ നേച്ചർ. ഏറ്റവും കൂടുതൽ സപ്പോർട്ടിൽ തന്നെ ആയിരിക്കും. മിഡ് സ്പാനിലൊക്കെ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും സാധാരണ. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മിഡ് സ്പാനിൽ ഒരു ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും, സാഗിങ് മൊമെന്റ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ പോസിറ്റീവ് മൊമെന്റ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ താഴത്ത് റീഇൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ്സ് ആണ് ഈ ഒരു പോസിറ്റീവ് മൊമെന്റ്സ്. അതുപോലെ സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും, അത് ഹോഗിങ് മൊമെന്റ് ആണ്. ഇതിന് നെഗറ്റീവ് മൊമെന്റ് എന്നറിയപ്പെടും. അതിനുള്ള റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ മുകളിലായിട്ടാണ് കൊടുക്കുക. ഈ ഒരു പാറ്റേണിൽ താഴെ മുകളിൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ബെൻഡിങ് മൊമെന്റ് ഓരോ സ്പാനിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സിംപ്ലി സപ്പോർട്ടഡ് എൻഡില് ബെൻഡിങ് മൊമെന്റ് ഒന്നും ഉണ്ടാവില്ല. തിയറിറ്റിക്കലി ദർ ഇസ് നോ ബെൻഡിങ് മൊമെന്റ് ഇൻ ദി സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്, ബട്ട് യു ഹാവ് ടു പ്രൊവൈഡ് സം റീഇൻഫോഴ്സ്മെന്റ് ഫോർ സം മൊമെന്റ്. ഓക്കെ, അത് നമുക്ക് പിന്നെ പറയാം. തിയറിറ്റിക്കലി നമുക്ക് ഇവിടെ ശരിക്കും കമ്പി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്കറിയാം കണ്ടിന്യൂസ് ബീം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് ബീമുകൾ ഉണ്ടാവും. അതിന്റെ മുകളിലൂടെ ആയിരിക്കും സ്പാനുകൾ ഉണ്ടാവുക. നമ്മുടെ ലാബൊക്കെ നോക്കി കഴിഞ്ഞാൽ, MT ലാബൊക്കെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് ബീമുകൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകുന്നുണ്ടാവും. അതിന് മുകളിലൂടെയാണ് നമ്മുടെ സ്ലാബ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സ്ലാബ്സ് എല്ലാം കണ്ടിന്യൂസ് സ്ലാബ്സ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് സ്ലാബ് എന്ന് പറയുമ്പോൾ ഒരു 1 മീറ്ററിന്റെ സ്ട്രിപ്പ് തന്നെയാണ് നമ്മൾ ഇതിലും ഡിസൈൻ ചെയ്യുന്നത്. ഇത് ശരിക്കും സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഡിസൈന് സിമിലർ ആണ് ശരിക്കും കണ്ടിന്യൂസ് ബീമിന്റെ ഡിസൈൻ. പക്ഷെ അതിൽ നമുക്ക് ഒരു ബെൻഡിങ് മൊമെന്റും ഒരു ഷിയർ ഫോഴ്സും ഉണ്ടായിരുന്നത്. പക്ഷെ കണ്ടിന്യൂസ് ബീം വരുമ്പോൾ ഒരുപാട് ബെൻഡിങ് മൊമെന്റ്സും ഒരുപാട് ഷിയർ ഫോഴ്സും വരും. അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം. പിന്നെ റീഇൻഫോഴ്സ്മെന്റ് പാറ്റേൺ ഏകദേശം ഇങ്ങനെയാണ് വരിക. മിഡ് സ്പാനിൽ താഴെ റീഇൻഫോഴ്സ്മെന്റ്, സപ്പോർട്ടിൽ മുകളിൽ റീഇൻഫോഴ്സ്മെന്റ്, ഈ ഒരു രീതിയിലാണ് വരിക. ക്രാക്ക് ഉണ്ടാവുന്നത് മിഡ് സ്പാനിൽ താഴത്താണ് വരിക, അതുപോലെ സപ്പോർട്ടിൽ മുകളിലാണ് വരിക, ഹോഗിങ് മൊമെന്റ് കാരണം കൊണ്ട്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് കണ്ടിന്യൂസ് സ്ലാബിൽ വരുന്ന കാര്യങ്ങൾ. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏത് ഡയറക്ഷനിലാണോ സ്ലാബ് അലൈൻ ആയിട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ കണ്ടിന്യൂസ് ബീംസ് ഉള്ളത്, ഇവിടെ 1 2 3 4 4 ബീംസ് ഉണ്ട്. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ കണ്ടിന്യൂസ് സ്ലാബ്. സോ ഈ ഡയറക്ഷനിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 1 മീറ്ററുള്ള സ്ട്രിപ്പ് കൺസിഡർ ചെയ്യേണ്ടത്. അതേ ഫിഗർ തന്നെയാണ്. ഈ ഫിഗർ നമുക്ക് അവസാനം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ ഡിസൈൻ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള സ്ലാബിന്റെ ഡിസൈൻ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുണ്ടാവും. എല്ലാം സാധാരണ പോലെ തന്നെയാണ്. ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ ഇതിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ഡിഫറൻസ്. ഇപ്പോൾ ഡിഫറൻസ് ഞാൻ റെഡിലൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആദ്യം ട്രയൽ ഡെപ്ത് എടുക്കണം. IS കോഡ് പ്രകാരം സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് 20 ആയിരുന്നു ആ റേഷ്യോ, ബേസിക് വാല്യൂ. ഈ ഒരു കേസിൽ അത് 26 ആയിട്ടുണ്ട്. ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക, സെൽഫ് വെയിറ്റ്, ലൈവ് ലോഡ്, ഫ്ലോർ ഫിനിഷ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഡെഡ് ലോഡും ലൈവ് ലോഡും ഒരു കാരണവശാലും കണ്ടിന്യൂസ് ബീംസിൽ നമ്മൾ ആഡ് ചെയ്യില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇത് പരിചയപ്പെടാം. ഇത് ഡിഫറൻസ് ആണ്. ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത് WL²/8 അല്ലെങ്കിൽ WL/2 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചല്ല, IS കോഡിന്റെ കോഎഫിഷ്യൻസ് ഉപയോഗിച്ചിട്ടാണ്. അതും നമുക്ക് പരിചയപ്പെടണം. പിന്നെ നമുക്ക് ഒരുപാട് ബെൻഡിങ് മൊമെന്റ്സ് ഉണ്ടാവും. മിനിമം ഒരു 4 എണ്ണെങ്കിലും ഉണ്ടാവും. ആ 4 എണ്ണത്തിൽ ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെന്റിന് മാത്രം നമ്മൾ ഡെപ്ത് ചെക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എല്ലാത്തിനും ചെക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഈ 4 ബെൻഡിങ് മൊമെന്റിനും PT കാണണം. 4 ബെൻഡിങ് മൊമെന്റിനും ഏരിയ ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് കാണണം.
അതുപോലെ തന്നെ ഈ 4 നമ്മൾ എന്ത് ചെയ്യണം, സ്പേസിങ് കൊടുക്കണം. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് മറ്റേ ഡയറക്ഷനിൽ, അതായത് ലാറ്ററൽ ഡയറക്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ഡിഫ്ലക്ഷന്റെ ചെക്ക് നമ്മൾ മിഡ് സ്പാനിലാണ് ചെയ്യേണ്ടത്. മിഡ് സ്പാനിൽ ഏതിലാണോ മാക്സിമം വരുന്നത്, അതായത് സപ്പോർട്ടിൻ എൻഡ് സ്പാനിലാണോ ഇന്റീരിയർ സ്പാനിലാണോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് നോക്കിയിട്ട് മിഡ് സ്പാനിലെ മൊമെന്റിന് മാത്രം ഡിഫ്ലക്ട് ചെയ്യുക, ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുക. കോമൺ സെൻസ് യൂസ് ചെയ്യുക. എപ്പോഴും ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് മിഡ് സ്പാനിലായിരിക്കും, അല്ലാണ്ട് സപ്പോർട്ട് ഒരിക്കലും ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ലല്ലോ. സോ അവിടെ മാത്രമാണ് ചെക്ക് ചെയ്യേണ്ടു. ഷിയറിന്റെ മാക്സിമം വാല്യൂവിന് ചെക്ക് ചെയ്യുക, ഡീറ്റെയിൽ ചെയ്യുക. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള 11 സ്റ്റെപ്സ്. ട്രയൽ ഡെപ്ത് എടുക്കാനായിട്ട് ഒന്നുകിൽ ഈ റേഷ്യോ ഫോളോ ചെയ്യാം, 26:36 ആ റേഷ്യോസ് എടുത്തു കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ള ഒരു സെക്ഷൻ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സാധനം ഒരു PT അസ്യൂം ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KT എടുത്ത് അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്കിപ്പോൾ അറിയേണ്ടത് കണ്ടിന്യൂസ് ബീമിന്റെ ബേസിക് വാല്യൂ 26 ആണ്. സാധാരണ 20 mm ക്ലിയർ കവർ ആണ് കൊടുക്കുക എല്ലാ സ്ലാബിന്റെയും പോലെ. 8 mm അല്ലെങ്കിൽ 10 mm അല്ലെങ്കിൽ 6 mm ബാർ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ ഇതൊക്കെ വെച്ച് ഓവറോൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യും. ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മുമ്പത്തെ പോലെ തന്നെയാണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ പോലെ തന്നെയാണ്. സെൽഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വിഡ്ത്തുള്ള സ്ലാബ് തിക്നെസ് അത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യൂബിന്റെ വോള്യം ഇൻറ്റു അതിന്റെ ഡെൻസിറ്റി 25 kN/m³ ആണ്. ആ കിട്ടുന്നതാണ് സെൽഫ് വെയിറ്റ്. ലൈവ് ലോഡ് 2 to 3 എടുക്കാം. ഇനി ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കാം. ഫ്ലോർ ഫിനിഷിന്റെ സാധാരണ റേഞ്ച് 1 to 1.5 kN/m² ആണ്. ഇതിനൊക്കെ നമ്മൾ എന്താക്കി മാറ്റണം, UDL ആക്കി മാറ്റണം. ഇതൊക്കെ എടുക്കുന്നത് kN/m²ആയിരിക്കും. അതിനെ kN/m ആക്കണം. എല്ലാ ലോഡിനെയും ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഞാൻ ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യും, കാരണം ഇതാണ് നമ്മളുടെ ബെൻഡിങ് മൊമെന്റ് കാണാനായിട്ടുള്ള ഫോർമുല. അതായത് മുമ്പ് നമുക്ക് ബെൻഡിങ് മൊമെന്റ് കാണാനായിട്ട് WL²/8 എന്ന് പറയുന്ന ഒരു ഫോർമുല ആയിരുന്നു. ഈ കേസിൽ അങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കാം. ഈ കേസിൽ ഡെഡ് ലോഡിന് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, ലൈവ് ലോഡിന് ഇമ്പോസ്ഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ലോഡാണ്, അതിന് വേറെ കോഎഫിഷ്യന്റ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഡെഡ് ലോഡിന്റെ കോഎഫിഷ്യന്റ്, ഡെഡ് ലോഡിന്റെ ഇന്റൻസിറ്റി ഇൻറ്റു ലെങ്ത് സ്ക്വയർ ഇൻറ്റു ഈ ഒരു കോഎഫിഷ്യന്റ് പ്ലസ് ലൈവ് ലോഡിന്റെ UDL ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഈ ഒരു കോഎഫിഷ്യന്റ്. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ബെൻഡിങ് മൊമെന്റ് കാണുക. ഇനി എവിടത്തൊക്കെ ബെൻഡിങ് മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കണം. മെയിനായിട്ട് 4 ബെൻഡിങ് മൊമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഒന്ന് മിഡിൽ ഓഫ് ദി എൻഡ് സ്പാൻ, ഇതാണ് എൻഡ് സ്പാൻ. ഇത് എൻഡ് സ്പാൻ ആണ്, ഇത് ഇന്റീരിയർ സ്പാൻ ആണ്, ഇതും ഒരു എൻഡ് സ്പാൻ ആണ്. എൻഡിലുള്ള സ്പാൻ ആണ് എൻഡ് സ്പാൻ. ഓക്കെ, അപ്പോൾ എൻഡ് സ്പാനിന്റെ മിഡിലിൽ ഇതാണ് ആ മിഡ്. ഇവിടെയുള്ള ബെൻഡിങ് മൊമെന്റ് കാണാനായിട്ടാണ് ഈ 2 കോഎഫിഷ്യൻസ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇതേ ഇൻറ്റു 1/12 പ്ലസ് ഇതേ ഇൻറ്റു 1/10 ആണ് ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ്. ഇറ്റ്സ് ഓൾസോ എ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആൻഡ് സാഗിങ്. ഓക്കെ, അതുപോലെ ഇവിടത്തെ ബെൻഡിങ് മൊമെന്റ് ആയാലും ഇവിടത്തെ ബെൻഡിങ് മൊമെന്റ് ആയാലും കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 കോഎഫിഷ്യൻസ് ഉപയോഗിക്കണം. ഇത് വായിച്ചു നോക്കുക. അറ്റ് മിഡിൽ ഓഫ് ഇന്റീരിയർ സ്പാൻ, ഞാൻ പറഞ്ഞു എൻഡ് സ്പാൻ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു, അറ്റത്തെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ലാബ് എടുക്കുകയാണെങ്കിൽ ഈ അറ്റത്ത് ഒരു എൻഡ് സ്പാൻ ഉണ്ടാവും, ആ അറ്റത്ത് ഒരു എൻഡ് സ്പാൻ ഉണ്ടാവും. അതിനിടയിലുള്ള 4-5 സ്പാനുകളൊക്കെ ഇന്റീരിയർ സ്പാൻ ആണ്. ഇന്റീരിയർ സ്പാനിന്റെ നടുക്കിലായിട്ട് കണ്ട, ഇതാണ് ഒരു സ്പാൻ, ഇന്റീരിയർ സ്പാൻ. നടുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. അവിടേക്ക് കാണാനായിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഇവിടത്തെയും ഒക്കെ ബെൻഡിങ് മൊമെന്റ് കാണാനായിട്ടുള്ള കോഎഫിഷ്യൻസ് ആണ് ഇത്, 1/16 1/12. ഈ നെഗറ്റീവ് മൊമെന്റ്സ് ഉണ്ട്, അതിനെ സപ്പോർട്ട് മൊമെന്റ്സ് എന്നുള്ള ഹെഡിങ്ങിലാണ് കാണിച്ചിട്ടുള്ളത്. സപ്പോർട്ട് നെക്സ്റ്റ് ടു എൻഡ് സപ്പോർട്ട്, അതായത് ഈ സപ്പോർട്ടിലത്തെ കാര്യം ഒരു പറയുന്നില്ല. കാരണം എന്താ, ഈ സപ്പോർട്ടിൽ സിംപ്ലി സപ്പോർട്ട് ആയതുകൊണ്ട് ഇവിടെ ബെൻഡിങ് മൊമെന്റ് 0 ആണ്. സോ ഇവിടേക്ക് വരികയാണ്. അറ്റ് സപ്പോർട്ട് നെക്സ്റ്റ് ടു ദി എൻഡ് സപ്പോർട്ട്, സപ്പോർട്ടിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള സ്ഥലത്തെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W ഡെഡ് ലോഡ് ഇൻറ്റു L² ഇൻറ്റു 1/10 പ്ലസ് W ലൈവ് ലോഡ് ഇൻറ്റു L² ഇൻറ്റു 1/9.
ഇത് നെഗറ്റീവ് മൊമെന്റ് ആയിട്ടാണ്. നമ്മൾ ഹോഗി മൊമെന്റ്സ് ആർ നെഗറ്റീവ്. സോ ദിസ് ഈസ് റെപ്രസെന്റഡ് ആസ് നെഗറ്റീവ് മൊമെന്റ്സ്. അതുപോലെ ബാക്കിയുള്ള ഇന്റീരിയർ സപ്പോർട്ട്സിൽ മൊത്തം ഇവിടെ മുതൽ ഉള്ളിലോട്ട് എത്ര സപ്പോർട്ട് ഉണ്ടോ ആ സപ്പോർട്ടൊക്കെ ഇന്റീരിയർ സപ്പോർട്ട്സ് ആണ്. അപ്പൊ ഇത് എൻഡ് സപ്പോർട്ടാണ്, ഇത് നെക്സ്റ്റ് ടു എൻഡ് സപ്പോർട്ടാണ്, പിന്നെ ഇടയിലുള്ളതെല്ലാം ഇന്റീരിയർ സപ്പോർട്ടാണ്. ഇനി മറ്റേ അറ്റെത്തുമ്പോൾ എന്തുണ്ടാവും? നെക്സ്റ്റ് ടു എൻഡ് സപ്പോർട്ട് ഉണ്ടാവും, അറ്റത്തൊരു എൻഡ് സപ്പോർട്ട് ഉണ്ടാവും. സോ ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് കാണാനായിട്ടുള്ള കോഎഫിഷ്യൻസ് ആണ് ഇത്. അതുപോലെ തന്നെ ഷിയർ കാണാനും കോഎഫിഷ്യൻസ് ഉണ്ട്. ഷിയർ കുറച്ചും കൂടി ഈസിയാണ്. അതായത് നേരത്തെ നമ്മൾ W ഇൻറ്റു L സ്ക്വയർ ആണ് ചെയ്തത്. ഇവിടെ W ഡെഡ് ലോഡ് ഇൻറ്റു L മതി. ഇവിടെയും W ഡെഡ് ലൈവ് ലോഡ് ഇൻറ്റു L എന്ന് മതി. ഇനി നമുക്ക് ഇവിടുത്തെ ഷിയർ ഫോഴ്സ് കാണാനായിട്ട് ഡെഡ് ലോഡ് ഇന്റൻസിറ്റി ഇൻറ്റു ലെങ്ത് ഇൻറ്റു 0.4 പ്ലസ് ലൈവ് ലോഡ് ഇന്റൻസിറ്റി ഇൻറ്റു ലെങ്ത് ഇൻറ്റു 0.45. ഇപ്പൊ ഇവിടുത്തെ ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, എഴുതിയിട്ടുണ്ട് എൻഡ് സപ്പോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഷിയർ ഫോഴ്സ് സപ്പോർട്ടിൽ ഉണ്ടാവും. ഇനി സപ്പോർട്ട് നെക്സ്റ്റ് ടു ദി എൻഡ് സപ്പോർട്ട്. എൻഡ് സപ്പോർട്ടിന്റെ തൊട്ടിപ്പുറത്തുള്ള നെക്സ്റ്റ് ടു ദി എൻഡ് സപ്പോർട്ട് ഉണ്ട്. അവിടേക്കുള്ള ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അല്ലെങ്കിൽ ഔട്ടർ സൈഡിലേക്കും ഇന്നർ സൈഡിലേക്കും ഉള്ള കോഎഫിഷ്യൻസ് ആണ് ഈ എഴുതിയിട്ടുള്ളത്. 0.6ഉം 0.6ഉം ഡെഡ് ലോഡിനും ലൈവ് ലോഡിനും, 0.55ഉം 0.6ഉം ഡെഡ് ലോഡിനും ലൈവ് ലോഡിനും ഈ ഒരു ഭാഗത്തെ. ഓക്കെ, ദിസ് ഈസ് ദി ഔട്ടർ സൈഡ്, ദിസ് ഈസ് ദി ഇന്നർ സൈഡ്. പിന്നെയുള്ള എല്ലാ സപ്പോർട്ടിന്റെയും ഔട്ടർ ആയാലും ഇന്നർ ആയാലും ഒക്കെ ഈ ഒരു കോഎഫിഷ്യൻസ് നമുക്ക് ഉപയോഗിക്കാം. സോ ഈ ഒരു ഡയഗ്രാം വരച്ച് ഇവിടുത്തെ വാല്യൂസ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ചുമതല. നമ്മൾ ശ്രദ്ധിക്കും, ഒരിക്കലും ഡെഡ് ലോഡും ലൈവ് ലോഡും ഈ ഒരു കേസിൽ ഇന്റൻസിറ്റീസ്, അതായത് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൽ കിട്ടുന്ന വാല്യൂസ് ആഡ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ സാധാരണ പോലെ തന്നെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ചെക്ക് ചെയ്യുക. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ എൻഫോഴ്സ്മെന്റ് കാണാം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST കണ്ടുപിടിക്കുക. മിനിമത്തിനുള്ള ചെക്ക് ചെയ്യുക. ഇതൊക്കെ പഴയ ക്ലോസ് തന്നെയാണ്. 0.12% BD ആണ്. സ്പേസിങ് കാണാം. കിട്ടിയ സ്പേസിങ്ങിനെ ഒരിക്കലും കൂട്ടി കൊടുക്കരുത്, സ്പേസിങ് കുറച്ച് കൊടുക്കുക. അതിനുശേഷം AST പ്രൊവൈഡഡും PT പ്രൊവൈഡഡും കണ്ടുപിടിക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉള്ള ഭാഗത്തിന് മാത്രം ചെയ്താൽ മതി. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് ആണ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിരുന്നത്. നമ്മൾ കുറച്ചും കൂടി ഫെമിലിയർ ആണ് ഈ ഒരു സ്റ്റെപ്സിലെല്ലാം. ഒരു ബെൻഡിങ് മൊമെന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ PT കണ്ടുപിടിക്കാൻ നമുക്കറിയാം, AST കണ്ടുപിടിക്കാൻ നമുക്കറിയാം, സ്പേസിങ് കാണാൻ നമുക്കറിയാം, സ്പേസിങ്ങിനെ റൗണ്ട് ഡൗൺ ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ മുമ്പ് നമ്മൾ ഓരോന്നാക്കിയിട്ട് എഴുതിയിരുന്നത് നമ്മളിപ്പോൾ ഒരു ടാബുലാർ ഫോമിലാണ് എഴുതുന്നത്. M1, M2, M3, M4 ഓരോന്നിനും നമ്മൾ താഴത്തോട്ട് എഴുതി പോവും. ഓക്കെ, അപ്പോൾ 5, 6, 7 എന്നുള്ള 3 സ്റ്റെപ്സും നമ്മൾ ഈ ഒരു ടേബിളിലാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുക്കണം മറ്റേ ഡയറക്ഷനിൽ. സോ അതിനായിട്ടുള്ളതാണ് 0.12%. അതിൻ്റെയും സ്പേസിങ് കണ്ട് റൗണ്ട് ഓൺ ചെയ്ത് കൊടുക്കണം, നമുക്കറിയുന്നതാണ്. ഇനി ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബേസിക് വാല്യൂ 26 ആണ് എടുക്കേണ്ടത്. FS കണ്ടുപിടിക്കണം, PT കണ്ടുപിടിക്കണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. അതിനെ 26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആക്ച്വൽ L/D ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഓക്കെ, ആക്ച്വൽ L/D എപ്പോഴും ഈ ഒരു മോഡിഫൈഡ് L/Dയെക്കാട്ടിലും കുറവായിരിക്കണം. പിന്നെ നമുക്ക് ചെക്ക് ഫോർ ഷിയർ ഉണ്ട്. കോൺക്രീറ്റിന്റെ ഗ്രേഡ് നോക്കി സ്റ്റീലിന്റെ പെർസെൻറ്റേജ് നോക്കി നമ്മൾ ടോവി കാൽക്കുലേറ്റ് ചെയ്യും. സോ ടോവി ലെസ് ദാൻ ടോസി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡെപ്ത് കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് നമ്മൾ ഡീറ്റെയിൽ ചെയ്യണം. നമുക്ക് ഡീറ്റെയിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. ഇതാണ് ചോദ്യം. ഒരു ഹാളുണ്ട്, 21 മീറ്റർ ആണ് അതിന്റെ ലെങ്ത്. ഈ ഡയറക്ഷനിൽ ഇപ്പൊ ഞാൻ 4 കാണിച്ചിട്ടുള്ളൂ, അങ്ങനെ 7 ഉണ്ട്. 7, 3, 21 മീറ്റർ ലെങ്ത് ഉണ്ട്. ഈ ഡയറക്ഷനിൽ 8 മീറ്റർ ലെങ്ത് ഉണ്ട്. റൂഫ് സ്ലാബ് ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. ബീമുകൾ തമ്മിലുള്ള സ്പേസിങ് 3 മീറ്റർ ആണ്. ലൈവ് ലോഡ് 3 kN/m². ഫ്ലോർ ഫിനിഷ് 1 kN/m². M30 കോൺക്രീറ്റ്, FE 415 സ്റ്റീല്. ഓക്കെ, തന്നിട്ടുള്ളതൊക്കെ സെൻട്രൽ ലൈൻ ഡയമെൻഷൻസ് ആണ്. 3 മീറ്റർ 3 മീറ്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ ചിലപ്പോൾ തരില്ല, എന്നാൽ കൂടിയും നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കാനായിട്ട്
capable ആയിരിക്കണം. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമുക്ക് എടുക്കേണ്ടത് ഈ ഒരു സ്ലാബ് എടുക്കുക. ഈ സ്ലാബിന്റെ ഷോർട്ട് ഡയറക്ഷൻ 3 മീറ്റർ ആണ്. സോ നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനത്തെ ഒരു സ്ലാബാണ്. ഇതൊരു 1 വേ സ്ലാബാണ്, കാണുമ്പോൾ തന്നെ അറിയാം. 8/3 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 2 ആണ് വരിക. സോ ദിസ് ഇസ് എ 1 വേ സ്ലാബ് കണ്ടിന്യൂസ്. സോ നമുക്കൊരു കണ്ടിന്യൂസ് സ്ലാബ് ഡിസൈൻ ചെയ്യണം. ഒരു 1 മീറ്റർ ഉള്ള സ്ട്രിപ്പ് ത്രൂ ഔട്ട് എടുക്കുക. നമുക്കൊരു ട്രയൽ സെക്ഷൻ കിട്ടാണ്ട് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ 26 എന്ന് പറയുന്ന ബേസിക് വാല്യൂ എടുത്തു. ഏകദേശം ഒരു 0.3% ഒക്കെ സ്റ്റീൽ നമുക്ക് അസ്യൂം ചെയ്യാം. സോ 0.2നും 0.4നും ഇടയിൽ 0.3 നമ്മൾ എടുത്തു. കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങോട്ട് പോയി. ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമ്മൾ 1.4 എന്ന് പറയുന്ന ഒരു മോഡിഫിക്കേഷൻ ഫാക്ടർ എടുത്തു. ഓക്കെ, അങ്ങനെ മോഡിഫിക്കേഷൻ ഫാക്ടർ 1.4 എടുത്തതിന് ശേഷം നമ്മൾ ഈ റേഷ്യോനെ മോഡിഫൈ ചെയ്തു. നമുക്ക് 36.4 എന്ന് കിട്ടി. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിനിടയിൽ ഒരു വാല്യൂ നിങ്ങൾക്ക് എടുക്കാം, അതൊന്നും പ്രശ്നമില്ല. കാരണം ഇത് ഒരു ട്രയൽ ഡെപ്ത് കിട്ടാനായിട്ടുള്ള പ്രൊസീജിയറാണ്, അല്ലാതെ അതിൽ കൂടുതലായിട്ട് ഒരു ഇമ്പോർട്ടൻസിന് ഇല്ല. നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എക്കണോമി കുറയ്ക്കുക എന്നൊരു ഇത് നമുക്ക് ലക്ഷ്യമുണ്ട്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. സോ ഇതിനിടയിൽ ഒരു വാല്യൂ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ D 82.4 കിട്ടി. 20 mm ക്ലിയർ കവറും 8 mm ബാറിന്റെ പകുതിയും എടുത്തു. സോ നമ്മുടെ ഓവറോൾ ഡെപ്ത് 96.4 mm എന്ന് കിട്ടി. നമ്മൾ റൗണ്ട് അപ്പ് ചെയ്തു. ഓവറോൾ ഡെപ്ത് 110 mm സ്ലാബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ D റീകാൽക്കുലേറ്റ് ചെയ്തു. 110 മൈനസ് ക്ലിയർ കവർ 20, ഹാഫ് ദി ബാർ ഡയമീറ്റർ 8/2. സോ 86 mm ആണ് നമ്മളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡെപ്ത്. നമുക്കിതിന്റെ ലോഡ് കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ സെൽഫ് വെയ്റ്റും ഫ്ലോർ ഫിനിഷും അത് രണ്ടും ഡെഡ് ലോഡ്സ് ആണ്. ആ ഒരു വിവരം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം. ഇതാണ് ലൈവ് ലോഡ്. സോ സെൽഫ് വെയ്റ്റ് കാണാണ് 1 മീറ്റർ വിഡ്ത്തും 1 മീറ്റർ ലെങ്ത്തും 11 സെന്റിമീറ്റർ ഡെപ്തുമുള്ള 25 kN/m³ ഡെൻസിറ്റി ഉള്ള ഈ ഒരു ഭാഗത്തിന്റെ വെയിറ്റ് ആണ് 2.75 kN/m. ഇത് UDL ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവ് ലോഡ് തന്നിട്ടുണ്ട് 3 ആണെന്ന്. സോ 3 എഴുതി. ഫ്ലോർ ഫിനിഷ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 1 എഴുതി. ഡെഡ് ലോഡ്സ് മൊത്തം ആഡ് ചെയ്തു. 2.75 + 1 3.75. ലൈവ് ലോഡ് 3. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് നമ്മൾ എഴുതിച്ചു. മുമ്പായിരുന്നെങ്കിൽ നമ്മളിത് ആഡ് ചെയ്യായിരുന്നു. ഇപ്പൊ നമ്മളിത് ആഡ് ചെയ്യുന്നില്ല, കാരണം ദിസ് ഇസ് കണ്ടിന്യൂസ് സ്ലാബ്. ഓക്കെ, ഇനി എഫക്റ്റീവ് സ്പാൻ കാണണം. ഒന്നുകിൽ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് എടുക്കാം. സോ 3 + 0.086 എടുത്തു. സോ ഇത്രയും കിട്ടി. ഇനി സെന്റർ ടു സെന്റർ എടുത്താലും വലിയ പ്രശ്നമൊന്നും വരില്ല. ഓക്കെ, ഇനി നമ്മുടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഞാൻ ആദ്യം ഈ കോഎഫിഷ്യൻസ് എഴുതുകയാണ്. ഈ കോഎഫിഷ്യൻസ് എഴുതുമ്പോൾ തന്നെ ഞാൻ താഴെ ഒരു ഫിഗർ വരയ്ക്കുന്നുണ്ട്. കണ്ടില്ലേ, ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ എൻഡ് സപ്പോർട്ട്. ഇതാണ് മിഡ് സ്പാൻ. നെക്സ്റ്റ് ടു ദി എൻഡ് സപ്പോർട്ട്. ഇതും മിഡ് സ്പാൻ. ദെൻ ഇന്റീരിയർ സപ്പോർട്ട്സ്. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ മിഡ് സ്പാനിലുള്ള മൊമെന്റ് ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. സപ്പോർട്ടിലുള്ള മൊമെന്റ് ഞാൻ ഇവിടെ എഴുതും. അടുത്ത ഇന്റീരിയർ സ്പാനിലെ മിഡ് സ്പാൻ മൊമെന്റ് ഇവിടെ എഴുതും. ബാക്കിയുള്ള ഇന്റീരിയർ സപ്പോർട്ട്സിലെ മൊമെന്റ്സ് ഒക്കെ ഞാൻ ഇവിടെയാണ് എഴുതാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറും ഈ ഒരു ടേബിളും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഈ ഒരു കോളംസ് ഒക്കെ ഞാൻ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങളും പരീക്ഷയ്ക്ക് വയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇതിന് നേരെയാണ് ഇത് എടുക്കണം. കണ്ട, ഈ ഒരു സപ്പോർട്ടിന് നേരെയാണ് ഇത് എടുക്കുന്നത്. ഈ മിഡ് സ്പാനിന് നേരെയാണ് ഇത് എടുക്കുന്നത്. ഈ ഇന്റീരിയർ സപ്പോർട്ടിന് നേരെയാണ് ഈ വാല്യൂസ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലെങ്ത് 3.086 എന്ന് കിട്ടി. ഡെഡ് ലോഡ് 3.75 എന്നാണ് അറിയാം. ലൈവ് ലോഡ് 3 kN/m എന്നറിയാം. സോ ഞാൻ ഒരെണ്ണത്തിന് മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. ആദ്യം 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കാരണം നമ്മൾ ഒരിക്കലും ലോഡിനെ ഫാക്ടർ ചെയ്തിട്ടില്ല. സോ ആദ്യം തന്നെ ഫാക്ടർ ചെയ്യാം. ഇനി L² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ശരിക്കും WL² ഇൻറ്റു കോഎഫിഷ്യൻ്റ് എന്നാണല്ലോ. സോ ഇവിടത്തെ വരുമ്പോൾ ഈ കോഎഫിഷ്യൻ്റ് 1/12ഉം ഡെഡ് ലോഡിന്റെ കോഎഫിഷ്യൻ്റ് 1/12ഉം ലൈവ് ലോഡിന്റെ കോഎഫിഷ്യൻ്റ് 1/10ഉം ആയിരിക്കും. സോ അതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ
ഡെഡ് ലോഡ് ഇൻറ്റു എൽ സ്ക്വയർ ബൈ 12 പ്ലസ് ലൈവ് ലോഡ് ഇൻറ്റു എൽ സ്ക്വയർ ബൈ 10. ഓക്കെ, കുറച്ചും കൂടി ഈസിനെസ്സിന് വേണ്ടി ഞാൻ എൽ സ്ക്വയർ ഇങ്ങോട്ട് പുറത്തെടുത്തു എന്നുള്ളൂ. സോ ഇത്രയും കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളുടെ M1. ഇനി M2 എടുക്കുമ്പോഴോ പുറത്തൊക്കെ സെയിം തന്നെ, 1.5 സെയിം തന്നെ, 3.086 സെയിം തന്നെ, ഉള്ളിലത്തെ ഡെഡ് ലോഡ് 3.75 ഇൻറ്റു M2 എന്ന് പറയുമ്പോൾ ഈ സപ്പോർട്ടിലത്തെ മൊമെന്റ് ആണ്. സപ്പോർട്ടിലത്തെ എന്ന് പറയുമ്പോൾ സപ്പോർട്ട് നെക്സ്റ്റ് ടു ദി എൻഡ് സപ്പോർട്ട് ആണ്. സോ -1/10 -1/9 ആവും. സോ ഇവിടെ 1/12 പകരം 1/10 വരും, 1/10 പകരം ഇവിടെ 1/9 വരും. അങ്ങനെ ഓരോന്നായിട്ട് M1, M2, M3, M4 കാൽക്കുലേറ്റ് ചെയ്യാണ്. ഞാൻ M3 പറയാം. M3യുടെ കോഎഫിഷ്യൻസ് 1/16 ആൻഡ് 1/12. സോ ഇവിടെ വരുമ്പോൾ 1.5 ഇൻറ്റു ഈ വാല്യൂ ഇൻറ്റു ഇതേ ഡിവൈഡ് ബൈ 1/16 പ്ലസ് 3 ഡിവൈഡ് ബൈ 1/12. അങ്ങനെ നമുക്ക് 4 ബെൻഡിങ് മൊമെന്റ്സ് കിട്ടി. അതിൽ മാക്സിമം വാല്യൂ മാത്രം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തു, കാരണം നമുക്ക് ഡെപ്ത് ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു വാല്യൂവിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ നമുക്ക് 4 ബെൻഡിങ് മൊമെന്റ്സ് കിട്ടി. ഇത് നമ്മൾ സാധാരണ സിംപ്ലി സപ്പോർട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷെ 4 എണ്ണം ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഷിയർ ഫോഴ്സ് കാണണം. ഷിയർ ഫോഴ്സ് ആണെങ്കിൽ ആദ്യം ഞാൻ ഈ പടം വരച്ചു. ഷിയർ ഫോഴ്സ് അറിയാം, എൻഡ് സപ്പോർട്ടിലുണ്ടാവും. നെക്സ്റ്റ് ടു ദി എൻഡ് സപ്പോർട്ടിന്റെ ഔട്ടറിലും ഇന്നറിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്റീരിയർ സപ്പോർട്ടിന്റെ ഔട്ടറിലും ഇന്നറിലും ഉണ്ടാവും ഷിയർ ഫോഴ്സ്. ഓക്കെ, സോ എൻഡ് സപ്പോർട്ടിലത്തെ കോഎഫിഷ്യൻസ് 0.4, 0.45. ഇതിന്റെ തൊട്ടിപ്പുറത്തെ സപ്പോർട്ട് നെക്സ്റ്റ് ടു ദി എൻഡ് സപ്പോർട്ടിലത്തെ ഔട്ടറിലത്തെ കോഎഫിഷ്യൻസ് 0.6 ആൻഡ് 0.6, ഇന്നറിലത്തെ കോഎഫിഷ്യൻസ് 0.55 ആൻഡ് 0.6. ദെൻ ഈ അടുത്ത സപ്പോർട്ടിലേക്ക് വന്നു, ഇവിടുത്തെ എല്ലാ കോഎഫിഷ്യൻസും 0.5, 0.6 ആൻഡ് 0.5, 0.6. ഇനി മൊത്തം എല്ലാതും അങ്ങനെ തന്നെയാണ് പോവുക, ഇന്റീരിയർ സപ്പോർട്ട്സിന് മൊത്തം. ഓക്കെ, ഞാൻ V1 മാത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഫാക്ടർ ചെയ്യണം. ഡെഡ് ലോഡ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു 0.4 പ്ലസ് ലൈവ് ലോഡ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു 0.45, ദാറ്റ് ഈസ് ദിസ് വാല്യൂ. ഓക്കെ, ഇനി V2 വരുമ്പോൾ എങ്ങനെ വരും? ഡെഡ് ലോഡ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു 0.6 പ്ലസ് ലൈവ് ലോഡ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു 0.6. ആ വാല്യൂ ആണ് ഇവിടെ വരിക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന എല്ലാതും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 5 വാല്യൂസ് കിട്ടും. അതിൽ മാക്സിമം വാല്യൂ മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക, കാരണം അതിന് മാത്രമാണ് നമ്മൾ ഷിയർ ചെക്ക് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഡെപ്ത് ചെക്ക് ചെയ്യണം. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റ് 10.125 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡെപ്ത് 49.45 mm. ഇത്ര mm നമുക്ക് ശരിക്കും ഡെപ്ത് വേണ്ടോ, പക്ഷെ നമ്മൾ 86 കൊടുത്തിട്ടുണ്ട്. സോ വി ആർ സേഫ്. ഓക്കെ, ഇനി PT കാണണം, AST കാണണം, മിനിമത്തിന് ചെക്ക് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ടാബുലർ ഫോമിലാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദാറ്റ് ടേബിൾ. ആദ്യം തന്നെ ഹൊറിസോണ്ടലായിട്ട് M1, M2, M3, M4 ഈ 4 എഴുതി വെച്ചു. അവിടുത്തെ ബെൻഡിങ് മൊമെന്റ്സ് എഴുതി വെച്ചു, M1, M2, M3 ആൻഡ് M4. ഇതിൽ M1ഉം M3 ഞാൻ മഞ്ഞ കളറിൽ കാണിക്കാൻ കാരണം അത് മിഡ് സ്പാനിലെ മൊമെന്റ് ആണ്. സോ ഡിഫ്ലക്ഷൻ എടുക്കാനായിട്ട് എനിക്ക് ആവശ്യം വരുന്ന 2 കാര്യങ്ങളാണ് M1ഉം M3. ഓക്കെ, PT കണ്ടുപിടിച്ചു. 50 FCK/FY 1 - നമുക്ക് അറിയുന്ന ഫോർമുലയാണ്. FCK M30 ആണ് കോൺക്രീറ്റ്. അത്രയും പെർസെൻറ്റേജ് കിട്ടി. ഇവിടെ 0.34%, ഇവിടെ 0.4%, ഇവിടെ 0.27%, ഇവിടെ 0.36%. ഓക്കെ, അതിനുശേഷം AST കാണണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും ASTകൾ നമുക്ക് കിട്ടി. നമ്മൾ അതിന് മുമ്പ് തന്നെ മിനിമം AST ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം. മിനിമം AST ചെക്ക് ചെയ്തപ്പോൾ 132 ആണ് കിട്ടിയത് മിനിമം AST. സോ ഈ പറയുന്ന എല്ലാ വാല്യൂസും 132-നേക്കാളിലും കൂടുതലാണ്. ഇനി ഏതെങ്കിലും കാരണങ്ങളിൽ 132-നേക്കാളിലും കുറവാണെങ്കിൽ ആ വാല്യൂ വെട്ടി എഴുതി അവിടെ 132 എന്ന് പറയുന്ന മിനിമം വാല്യൂ എങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, ഇതാണ് AST. M1ന്റെ AST കണ്ടുപിടിച്ചു, M2ന്റെ AST കണ്ടുപിടിച്ചു. ഈ PT കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, ഓരോന്നിൻ്റെയും AST കിട്ടി.
ഇനി ഓരോന്നിൻ്റെയും സ്പേസിങ് കണ്ടുപിടിക്കുക. A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 mm റീഇൻഫോഴ്സ്മെന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ π/4 × 8² ആണ് A5. AST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ കിടക്കുന്ന ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST. സോ നമുക്ക് ഇത്രയും സ്പേസിങ് കിട്ടി. 169 സ്പേസിങ്, 145, 216, 162. കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിക്കാർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ റൗണ്ട് അപ്പ് ചെയ്യാണ്. 169നെ 160 ആക്കി, 145നെ 140 ആക്കി, 216നെ 200 ആക്കി, 162നെ 160 ആക്കി. ഓക്കെ, ഇനി ഈ AST പ്രൊവൈഡഡും PT പ്രൊവൈഡഡും ശരിക്കും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടുപിടിക്കുന്നത് ഡിഫ്ലക്ഷൻ ചെക്കിന് വേണ്ടിയിട്ടാണ്. സോ ഞാൻ മിഡ് സ്പാൻ ഉള്ളതിന്റെ മാത്രമേ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതിനെ കണ്ടുപിടിച്ച് സമയം കളഞ്ഞിട്ടില്ല. ഇനി ശരിക്കും മിഡ് സ്പാനിൽ തന്നെ മാക്സിമം ബെൻഡിങ് മൂവ്മെന്റ് ഉള്ളതിനെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതായത് മാക്സിമം ബെൻഡിങ് മൂവ്മെന്റ് ഉള്ളത് ഈ M1 ഉം M3 എടുക്കുമ്പോൾ മാക്സിമം 8.75. ശരിക്കും ഇത് മാത്രം ചെയ്താൽ മതി. സോ അതിന്റെ AST പ്രൊവൈഡർ കണ്ടുപിടിച്ചു. ഇക്വേഷനിൽ തിരിച്ചു കൊടുത്തിട്ട് 1000 A5/S, S എന്ന് പറഞ്ഞാൽ 160, A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 × 8². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇത്രയും കിട്ടി. PT പ്രൊവൈഡർ കണ്ടുപിടിച്ചു, അത് 0.37 കിട്ടി. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ പിങ്ക് കളറിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ഡിഫ്ലക്ഷൻ ചെക്കിന് ആവശ്യം വരുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഡിഫ്ലക്ഷൻ ചെക്കിന് എടുക്കുന്ന മൊമെന്റ്സ് എപ്പോഴും മിഡ് സ്പാൻ മൊമെന്റ്സ് ആയിരിക്കണം, അല്ലാണ്ട് സപ്പോർട്ട് മൊമെന്റ്സ് ഒന്നും ഒരിക്കലും എടുക്കില്ല. നിങ്ങളുടെ കോമൺ സെൻസ് യൂസ് ചെയ്യുക. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുക്കണം. AST മിനിമം നമുക്ക് കിട്ടി 132 കിട്ടി. 0.12% BD. സ്പേസിങ് നോക്കി, ഞാനിവിടെ 6 mm കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ 214 എന്ന് കിട്ടി. റൗണ്ട് ഡൗൺ ചെയ്തു, 200 ആക്കി എഴുതി വെച്ചു. പ്രൊവൈഡ് 6 diameter bar in 200 mm സെന്റർ ടു സ്പേസിങ്. ലോങ് സ്പാൻ്റെ 8 മീറ്ററിന് പാരലായിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുക്കുക. ഓക്കെ, മെയിൻ റീഇൻഫോഴ്സ്മെന്റ്സ് ഒക്കെ മറ്റേതിന് പാരലായിട്ടാണ് കൊടുക്കുക. നമുക്കിനി ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് L/D റേഷ്യോ ആക്ച്വൽ കണ്ടുപിടിക്കാം. ആക്ച്വൽ ആയിട്ടുള്ള ലെങ്ത് 3.086 ആണ്, D 86 ആണ്, റേഷ്യോ 35.88 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് FS കാണണം. നമുക്ക് ആ ഗ്രാഫ് നോക്കണമെങ്കിൽ ആദ്യം FS കാണണം. അപ്പോൾ AST റിക്വയർഡ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പിങ്ക് കളറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തു 295.84. പ്രൊവൈഡർ എടുത്തു, ഇവിടെ എഴുതി. ദെൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നോക്കുമ്പോൾ 226.67 എന്ന് കിട്ടി. അപ്പോൾ 240നും 190നും ഇടയിലുള്ള ആ ലൈൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. PT പ്രൊവൈഡർ നമുക്ക് ഓൾറെഡി അറിയാം 0.37 ആണ് എന്നറിയാം. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് വന്നു 0.37, 0.4ന് തൊട്ട് മുന്നാണ് 0.37. ഇവിടെ 226.67 ആണ്. സോ 240നും 190നും ഇടയ്ക്കുള്ള കർവാണ് 226. സോ ഏകദേശം ഇവിടെയാണ് വരിക. അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചു, അപ്പോൾ എനിക്ക് കിട്ടി 1.2, 1.6. സോ ഇവിടെ 1.4, ഇവിടെ 1.5. കണ്ടോ, 1.5 കിട്ടി. സോ മോഡിഫിക്കേഷൻ ഫാക്ടർ 1.5 ആണ്. നമ്മുടെ കണ്ടിന്യൂസിന്റെ റേഷ്യോ 26 ആണ്. സോ 26 × 1.5 നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യും. ഓക്കെ, സോ നമ്മൾ L/D ആക്ച്വല് 35.88, മോഡിഫൈഡ് വാല്യൂ 26 × 1.5 39 ആണ് വന്നത്. സോ 39, 35, 39 കുറവല്ലേ. സോ വി ആർ സേഫ് ഇൻ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷനിൽ നമ്മൾ സേഫ് ആണ്. നമുക്ക് ഷിയർ ഫോഴ്സ് കാണണം. ഷിയർ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് കുറെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ മാക്സിമം വാല്യൂ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. സോ ഈ പറയുന്ന വാല്യൂ മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ, 18.735. ഇത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോവി വാല്യൂ കണ്ടുപിടിക്കണം. ടോവി കാണാനായിട്ട് നമ്മുടെ മാക്സിമം ഷിയർ ഫോഴ്സ് എടുത്തു, ന്യൂട്ടണിലാക്കി, ഡിവൈഡ് ബൈ BD ചെയ്തു. സോ നമുക്ക് 0.21 എന്ന് കിട്ടി. നമ്മുടെ M30 കോൺക്രീറ്റ് ആണ്. 0.37 ആണ് നമ്മുടെ. 0.25നും 0.5നും ഇടയിലാണ് നമ്മുടെ PT കൊടുത്തിട്ടുള്ളത്. സോ ഏകദേശം 0.37നും 0.5നും ഇടയിലത്തെ ഒരു വാല്യൂ ആണ് നമ്മുടെ ടോസി വാല്യൂ വരിക. 0.37നും 0.5നും ഇടയിൽ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, കാരണം 0.21 ആണ് നമ്മുടെ ടോവി വാല്യൂ. അത് 0.37നെക്കാട്ടിലും താഴെയാണ്. പിന്നെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ മിനിമം റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താൽ മതി, അതായത് ക്രാങ്കിങ് അപ്പ് കൊടുത്താൽ മതി. അല്ലാതെ ഡെപ്ത് ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുത്തിട്ടുള്ള ഡെപ്ത് സഫീഷ്യന്റ് ആണ്.
നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടോവി വാല്യൂ ടോസിയെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഡെപ്ത് സ്ലാബിന്റെ 110 mm ഡെപ്ത് ഉണ്ടല്ലോ, ആ ഡെപ്ത് ഡീറ്റെയിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇതാണ് മിഡ് സ്പാൻ. ഇവിടെ 8 mm കമ്പി 160 സെന്റർ ടു സെന്റർ സ്പേസിംഗിൽ നമ്മൾ ഇട്ടിട്ട് പോവും. ഈ ഒരു സപ്പോർട്ടിൽ 8 mm കമ്പി 140 സ്പേസിംഗിൽ നമ്മൾ ഇട്ടിട്ട് പോവും. ഇതാണ് ആ കമ്പി. ഓക്കെ, പ്ലാനിൽ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് 140 മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റില്ല, പ്ലാനിൽ നോക്കണം. അതുപോലെ തന്നെ 8ന്റെ കമ്പി 200 ഇട്ട് പോകുന്നതാണിത്. ഈ കാണുന്ന ബാർ ഹൊറിസോണ്ടൽ ബാർസ്. ഇവിടത്തെയാണ് ഇന്റീരിയർ സപ്പോർട്ട്സിലെ മെയിൻ ബാർ ആണിത്. 8 mm കമ്പി 140 mm സെന്റർ ടു സെന്റർ. നിങ്ങളുടെ ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാല്യൂസ് ആണിത്. ആ ടേബിളിൽ എഴുതി വെച്ചിട്ടുള്ള വാല്യൂസ് ആണ്. സോ ഇതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ കാണുന്നുണ്ടാവും ഇങ്ങനെ കുത്തായിട്ട് കാണുന്ന റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ട്. അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അത് നമുക്ക് കുത്തുകളായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടേക്ക് ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഈ ഫിഗറിന് ചെറിയ മിസ്സിംഗ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ കാണിച്ചിട്ടില്ല. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ത്രൂ ഔട്ട് അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ മുകളിലാണെങ്കിൽ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഒരു അലൈൻമെന്റ്. ആ ഒരു ഡയറക്ഷനിലാണ് ഇൻ ടു ദി സ്ക്രീൻ. നമ്മുടെ സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇടുക. നിങ്ങൾക്ക് കർട്ടൈൽമെന്റ് റൂൾസ് എന്ന് പറയുന്ന റൂൾസ് പഠിക്കാനുണ്ട്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ചോദിക്കും, ഈ പടം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മാർക്ക് കിട്ടും. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് സംഭവം എന്ന് നിങ്ങൾ അറിയണം. നമ്മളിവിടെ ഒരു കമ്പി ഇട്ടു. ഇവിടെ ഇട്ട കമ്പി എന്താണ് കർട്ടൈൽമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ശരിക്കും നമ്മൾ ഈ മാക്സിമം ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റീഇൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് പോകും തോറും ബെൻഡിങ് മൊമെന്റ് കുറഞ്ഞു വരും, ഇങ്ങോട്ട് പോകും തോറും സാഗിങ് മൊമെന്റ് കുറഞ്ഞു വരും. സോ നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് മുഴുവൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കമ്പീനെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, സ്റ്റീൽ ഈസ് വെരി കോസ്റ്റ്ലി, സോ യു ഹാവ് ഓൾവേസ് ട്രൈ ടു റെഡ്യൂസ് ദി സ്റ്റീൽ ഏരിയ. ഓക്കെ, സോ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ എത്ര കമ്പി കട്ട് ചെയ്ത് കളയാം, എവിടെ വെച്ച് കട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് കർട്ടൈൽമെന്റിൽ പറയുന്നത്. സോ ഇവിടെ നമ്മൾ കമ്പി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.15 ലെങ്ത് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ പകുതി കമ്പി നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതായത് നമ്മൾ ഇവിടെ ഇട്ട കമ്പി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 160 സ്പേസിങ്ങിൽ ഇട്ടത്. അപ്പോൾ 160 സ്പേസിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 1, 2, 3, 4 അങ്ങനെ കമ്പി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കമ്പി ഞാൻ ഇട്ടു, രണ്ടാമത്തെ കമ്പി ഞാൻ ഇടുമ്പോൾ രണ്ടാമത്തെ കമ്പി എനിക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. മൂന്നാമത്തെ കമ്പി ഞാൻ സപ്പോർട്ട് വരെ പോകും. നാലാമത്തെ കമ്പി എനിക്ക് എന്ത് ചെയ്യാം, വീണ്ടും കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ സ്പേസിങ് 160ന്റെ ഡബിൾ ആവും. 160 × 2 320 ആവും. അത് പ്രശ്നമില്ല, കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 50% റീഇൻഫോഴ്സ്മെന്റ്സ് മതി. അതുപോലെ ബാക്കിയുള്ള 50% റീഇൻഫോഴ്സ്മെന്റ്സ് 0.1 L ഇവിടെ കൊടുക്കണം എന്ന് കർട്ടൈൽമെന്റ് റൂൾ ഉണ്ട്. കാരണം ശരിക്കും സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബില് അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ നമുക്ക് മുകളിൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ആവശ്യമില്ല. കാരണം സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ഒരിക്കലും ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇവിടെ കുറച്ച് കൊടുക്കും. അത് 0.1 L വരെ നമ്മൾ കൊടുക്കണം. അത് ഇതിന്റെ 50% നമ്മൾ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ബാർസിൽ കാണുന്നുണ്ട്, കണ്ട ഇതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ടിൽ നമുക്ക് 0.15 L1 ഈ ഒരു സ്പാൻ L1 ആണെങ്കിൽ ആ സ്പാനിന്റെ ഇത്രയും വെച്ച് കമ്പികൾ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 0.25 അതായത് മൊത്തം സ്പാനിന്റെ 4 ഭാഗം ഇവിടെ എത്തുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അതായത് 4 കമ്പികൾ നമ്മൾ 160 ഇട്ട് പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും കമ്പി മാത്രം നമ്മൾ ഇങ്ങോട്ട് കൊടുത്താൽ മതി. രണ്ടാമത്തെയും നാലാമത്തെയും കമ്പി നമുക്ക് കൊടുത്തുമ്പോൾ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് മുകളിൽ റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ട് അല്ലേ, നമുക്ക് മുകളിൽ റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ട്. മുകളിലത്തെ റീഇൻഫോഴ്സ്മെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടിന്റെ ഇവിടം തൊട്ട് 0.15 L വരെയും ഇവിടെ നിന്ന് 0.15 L2 വരെയാണ് ഫുൾ ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ്സ് നമ്മൾ കൊടുക്കണ്ടു. ഓക്കെ, ബാക്കി
ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗത്തിൽ ഇവിടെയുള്ള കമ്പിയുടെ പകുതി മാത്രം കൊടുത്താൽ മതി. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ സ്പേസിങ് ഒരു 20 സ്പേസിങ്ങിനാണ് നമ്മൾ ഇട്ടിട്ട് പോകുന്നതെങ്കിൽ ഇവിടെ എത്തിക്കഴിയുമ്പോൾ 1, 3, 5, 7 എന്ന് പറയുന്ന കമ്പികളുടെ ഒക്കെ അറ്റം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള കമ്പികൾ 2, 4, 6, 8 എന്ന് പറയുന്ന കമ്പികൾ മാത്രം 0.3 L1 വരെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയാവും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇടണ്ട. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെയാണ്. സോ ഇവിടുത്തെ സ്പേസിങ് 20 ആണെങ്കിൽ ഇവിടെ നമ്മൾ കമ്പികൾ 20, 20, 20, 1, 2, 3, 4 ഇട്ടിട്ട് പോവും. അതിൽ 2, 4, 6, 8, 10 ആ കമ്പികൾ മാത്രമാണ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള കമ്പികളൊക്കെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും. ഇതാണ് കർട്ടൈൽമെന്റ് റൂൾ. ഓക്കെ, അതായത് മാക്സിമം ബെൻഡിങ് മൊമെന്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ അത്രയും റീഇൻഫോഴ്സ്മെന്റ്സ് ഫുൾ ത്രൂ ഔട്ട് ഇടണം എന്ന് എവിടെയും പറയുന്നില്ല. തിയറിറ്റിക്കലി അതിന്റെ ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? കർട്ടൈൽ ചെയ്യുന്നു കമ്പി. ഇത് SP34 എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ട്, നമുക്കറിയാം. ഡീറ്റെയിലിങ്ങിന്റെ കോഡാണ്. അതിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ AS1 എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെന്റ്സ് ആണ് ഇടുന്നതെങ്കിൽ ആ റീഇൻഫോഴ്സ്മെന്റ്സിന്റെ പകുതി നമുക്ക് ഇവിടം വരയ്ക്കുമ്പോൾ കട്ട് ചെയ്യാം. പകുതി ഇവിടെ എത്തുമ്പോൾ കട്ട് ചെയ്യാം. അതുപോലെ 0.1 എന്ന് പറയുന്ന ലെങ്ത്തിൽ നമ്മൾ ഇവിടെ കൊടുത്ത റീഇൻഫോഴ്സ്മെന്റിന്റെ പകുതിയെങ്കിലും കൊടുക്കണം. 0.5 AS1. ഓക്കെ, ഇതാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ താഴത്തെ റീഇൻഫോഴ്സ്മെന്റ് ഫുള്ളായിട്ട് കൊടുക്കണ്ട. ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യാം? അതിന്റെ പകുതി കൊടുത്താൽ മതി. 0.25 L ശേഷം ഇത് ഫുള്ളായിട്ട് കൊടുക്കണം എന്നില്ല. ഓക്കെ, ഈ ഒരു പടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ചും ക്ലിയർ ആയിരിക്കും. നമ്മൾ താഴത്ത് നമ്മൾ കമ്പി ഇട്ടു. ഇത് ബീമിന് ഇതുപോലെ തന്നെയാണ് കേട്ടോ. ബീമിലാകുമ്പോൾ നമ്പർ പറയും, സ്ലാബിലാകുമ്പോൾ സ്പേസിങ് പറയും. അതാണ് ഡിഫറൻസ്. സോ നമ്മൾ ഇവിടെ കമ്പി ഇട്ട് പോവുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ 8 കമ്പി ഇടുന്നുണ്ടെങ്കിൽ 4 കമ്പി നമുക്ക് ഇവിടെ എത്തുമ്പോൾ കട്ട് ചെയ്ത് കളയാം. 4 കമ്പി മാത്രം സപ്പോർട്ടിലോട്ട് പോയാൽ മതി. ഇവിടെ എത്തുമ്പോൾ 8 കമ്പി ഉണ്ടെങ്കിൽ 4 കമ്പി മാത്രം ഇങ്ങോട്ട് ഇട്ടാൽ മതി. ബാക്കി 4 ഇവിടെ എത്തുമ്പോൾ കട്ട് ചെയ്യാം. സ്ലാബിലാകുമ്പോൾ ഞാൻ തിരിച്ചാണ് പറയുക. അതായത് ഇവിടെ കമ്പികൾ തമ്മിലുള്ള സ്പേസിങ് 20 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ 40 ആയി മാറും. ഓരോ ബാർ നമ്മൾ ഇടയിലത്തെ കട്ട് ചെയ്ത് കളയും. ഓക്കെ, ഇത് ഇവിടത്തെ റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടത്തെ റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യം പറയാണ്. അതിന് ഞാൻ പറയുന്നത് AS2 എന്നാണ്. AS2 എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് 8 കമ്പി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് 0.15 L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലും ഇവിടെ നിന്ന് 0.15 L2 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലും മാത്രമേ 8 കമ്പി, ഒരു ബീം ആണെങ്കിൽ 8 കമ്പി ഇടേണ്ട ആവശ്യമുള്ളൂ. ഇവിടം മുതൽ ഇവിടം വരെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഓരോ കമ്പികൾ മാത്രം എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അതായത് 1ാമത്തെയും 3ാമത്തെയും 5ാമത്തെയും 7ാമത്തെയും 8 കമ്പികളുള്ളത് കമ്പികൾ മാത്രം ഇങ്ങോട്ട് കണ്ട 0.5 AS2 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇവിടം മുതൽ ഇവിടം വരെ ഇവിടെ ഇട്ടുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ പകുതി മാത്രം മതി. ഇവിടെ ഇട്ടുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ AS2 എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ പകുതി മാത്രം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എവിടം വരെ? 0.3. അതും ഇവിടം വരെ മതി. അത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർട്ടൈൽമെന്റ് റൂള്. നമ്മുടെ പണിക്കാർ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് കമ്പി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ എന്ത് മതി? ഇവിടത്തിന് ശേഷം പകുതി മതി. സോ നമ്മൾ ബാക്കി പകുതിനെ മുകളിലോട്ട് വിടും. അപ്പൊ മുകളിലായാലോ ബാക്കി പകുതി. ഇവിടെ നമ്മളൊരു 20 സെന്റിമീറ്റർ സ്പേസിങ്ങിലാണ് പോകുന്നതെങ്കിൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ മുകളിലേക്ക് ആൾട്ടർനേറ്റ് ബാർ ബെൻഡപ്പ് ചെയ്യും. സോ ഇവിടെ സ്പേസിങ് 40 ആവും. സ്പേസിങ് 40 എന്ന് പറയുമ്പോൾ റീഇൻഫോഴ്സ്മെന്റ് പകുതിയാണ് അർത്ഥം. ഇവിടെയും പകുതി ബാർ മുകളിലേക്ക് പോയില്ലേ. സോ ഇവിടെയും പകുതി റീഇൻഫോഴ്സ്മെന്റ്സ് ആണ് ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെയും പകുതി ബാറിന് മുകളിലേക്ക് നമ്മൾ ഇടും. സാധാരണ പണ്ട് ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, പക്ഷെ ഇപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഓരോ പണിക്കാരുടെ കൺവീനിയൻസ് ആണ്. നമുക്ക് തിയറിറ്റിക്കലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ബാറിന്റെ ഫുൾ ഇവിടം വരെ കൊടുക്കുക, പകുതി മാത്രം ഇങ്ങോട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ 20 mm ബാറാണ് നമ്മൾ വാർക്കുമ്പോൾ ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 20 mm ബാർ ഇവിടം വരെ വരും. ഇവിടെ എത്തുമ്പോൾ ആൾട്ടർനേറ്റ് ബാർ മുകളിലോട്ട് പോകും. ഇതിങ്ങനെ പോയി ഇവിടെ എത്തിയിട്ട് വീണ്ടും അടിക്കുക വന്ന് വീണ്ടും ഒരുമിച്ച് തന്നെ ഓടും. അപ്പൊ സെൻട്രലൊക്കെ സ്പേസിങ് 20-20 കൊണ്ട് കിടക്കും. ഇവിടെ എത്തുമ്പോൾ സ്പേസിങ് 40-40 ആയി മാറും. ഓക്കെ, ഇനി മുകൾ ഭാഗത്ത് ഇനി എന്തെങ്കിലും പ്രശ്നം വരികയാണ്, മുകൾ ഭാഗത്ത് കുറച്ച് മൊമെന്റ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബാർ ഇങ്ങനെ കൊടുക്കും, എക്സ്ട്രാ ബാർ. ഇപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സൈറ്റിൽ പോകുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊന്ന് നോക്കിയിട്ട് സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ,
ഇത് നമുക്ക് വരുന്ന ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്ന ചെറിയൊരു ഡിഫറൻസ് ആണ്. അതായത് നമ്മളുടെ സ്ലാബ് എൻഡ് സിംപ്ലി സപ്പോർട്ടർ ആണ് നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ സിംപ്ലി സപ്പോർട്ടർ അല്ല, ഇത് രണ്ട് വാളുകളുടെ ഇടയിലേക്ക് കയറ്റി വെച്ചേക്കാന്നിരിക്കുക മാസൺറി. അങ്ങനെയാണെങ്കിൽ ഇത് ഫിക്സ്ഡ് ആവും. സോ ഇവിടെ ഒരു ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിനും കൂടിയുള്ള കമ്പി ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പൊ അതിനായിട്ട് രണ്ട് ചെറിയ ക്ലോസ് ആണുള്ളത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബെൻഡിങ് മൊമെന്റ് WL/4 എന്ന്. ശരിക്കും W എന്ന് ഉദ്ദേശിച്ചത് ക്യാപിറ്റൽ W ആണ്. നമ്മുടെ ഭാഷയിൽ സ്മോൾ w L²/24 ആണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റിന്റെ കോഎഫിഷ്യൻസ് 1/24 ആണ്. ഞാൻ ടേബിൾ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ എഴുതിയിട്ടുണ്ട് ഷിയർ ഫോഴ്സിന്റെ കോഎഫിഷ്യന്റ് എൻഡ് സപ്പോർട്ടിൽ മാത്രം 0.05 വെച്ച് ആഡ് ചെയ്യണമെന്ന്. ക്ലിയർ ആക്കി തരാം. ഇതാണ് നമ്മൾ ഉപയോഗിച്ച ടേബിള്. ഈ കളർ മാത്രം ശ്രദ്ധിച്ചാൽ ഇത് മാത്രമാണ് വ്യത്യാസം വരുള്ളൂ. നേരത്തെ നമ്മൾ വരച്ച ഇതില് M1, M2, M3, M4 ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു ആളും കൂടി വന്നു ഈ സപ്പോർട്ടില്. കാരണം മാസൺറി വോൾ ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് 1/24 ആണ്. മുകളിലും 1/24 ആണ്, താഴത്തും 1/24 ആണ്. ഈ ഫോർമുല ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റും. കാരണം ശരിക്കും WL² ഇൻറ്റു എന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ W ഡെഡ് ലോഡ് ഇൻറ്റു L²/24 പ്ലസ് ലൈവ് ലോഡ് ഇൻറ്റു L²/24. ഇതിൽ W ക്യാപിറ്റൽ W ആണ്. അതാണ് നമ്മുടെ തെറ്റാനുള്ള സാധ്യത. സോ ഈ ഫോർമുല ഡയറക്റ്റ് ബ്ലൈൻഡ് ആയിട്ട് അപ്ലൈ ചെയ്യരുത്. കറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാണ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. ഇവിടെ രണ്ട് കോഎഫിഷ്യന്റ് വരും, 1/24 1/24. ഇവിടെയും കൂടി മൊത്തം 5 ബെൻഡിങ് മൊമെന്റ്സ് ആയി. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. ഷിയർ ഫോഴ്സ് ആകുമ്പോൾ ഇവിടെയുള്ള എൻഡ് സപ്പോർട്ടിലുള്ള ഷിയർ ഫോഴ്സിന്റെ കൂടെ ഈ ഒരു വാല്യൂം കൂടിയും ആഡ് ആയിട്ട് വരും. സോ 0.4 എന്നുള്ളത് 0.45 ആവും, 0.45 എന്നുള്ളത് 0.5 ആവും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻക്രീസ് ഇവിടെ ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ മാസൺറി വോള് സ്ലാബിന്റെ മുകളിൽ വരികയാണെങ്കിൽ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് കണ്ടിന്യൂസ് ബീമിൽ പറയാനുള്ളത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം പഠിച്ചതിന് ശേഷം സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് പഠിച്ചതിന് ശേഷം മാത്രം കണ്ടിന്യൂസ് സ്ലാബിലോട്ട് വരിക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു.